dearly beloved in Lord. During this sacred journey of Holy Land, I would like to share a beautiful prayer song for the reflection and devotion. It is taken from our Great Lent prayer book and is sung during the evening prayer every Tuesday. ഞാൻ അതൊന്ന് പാടാൻ ശ്രമിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ആദത്തയഹോ കൊന്നൊരു ദുഷ്ടൻ മൃതിവരി തൻ കൊലയാലി കൊന്നോനാഥ എന്നെ അമർത്തിയ പാപത്തെ നീടണമേ നല്ലോരിടയാ വഴി തെറ്റിപ്പോയോർ ആടിനെ ആരാൻ ഉഴറി ചെന്നോ നീ എന്നാശത്തെ സ്ത്രീയുടെ തങ്കക്കാശതുപോൽ ആരായണമേ നീ ഗദരെ കണ്ടെത്തുന്നു ദാസന്മാരെ തിരികെ വരുത്തുന്നു സ്തുത്യൻ ഹല്ലേലൂയൻ ആർക്കും ഞാൻ. This prayer is not a direct quotation from one single Bible verse. It is a poetic prayer based on several biblical passages, especially the parable spoken by our Jesus Christ in the Gospel according to Saint Luke, chapter 15, verse 4-10, and also from the book of 1 Corinthians, chapter 15, verse 26. ഈ പ്രാർത്ഥനയുടെ രത്നചുരുക്കമെന്ന് പറയുന്നത് യേശു നമ്മുടെ പാപത്തെ പരാജയപ്പെടുത്തുകയും നാം അവനിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്നേഹപൂർവ്വം നമ്മെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ജീസസ് ഡിഫീറ്റ്സ് അവർ സിൻ ആൻഡ് ലവിംഗ്ലി ബ്രിങ്സ് us ബാക്ക് വെൻ വി ആർ ലോസ്റ്റ്. ഇവിടെ ദൈവത്തിന് മനുഷ്യനോടുള്ള അൺകണ്ടീഷണൽ ലവ്, നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരാം. Why does God love man so much? We can find the answer to this question in the book of Genesis chapter 1 verse 27. God created man in his own image and likeness. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് കേൾക്കുമ്പോൾ വളരെ സിമിലാരിറ്റീസ് ഉള്ള രണ്ട് പദങ്ങളായിട്ട് നമുക്ക് തോന്നാം. ബട്ട് ബിബ്ലിക്കലി there is a difference in meaning between these words. Image is the human nature and abilities God gave us when He created. But likeness means becoming more like God in our character and life. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രൂപം അല്ലെങ്കിൽ ഇമേജ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഫിസിക്കൽ ഗിഫ്റ്റും, സാദൃശ്യം അല്ലെങ്കിൽ ലൈക്ക്നെസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റുമാണ്. That's why our God defeats our sin and lovingly brings us back when we are lost. ഒരു വേദഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 Corinthians chapter 6 verse 19-20. Don't you know that your body is the temple of the Holy Spirit who lives in you and who was given to you by God? You do not belong to yourself but to God. He bought you for price. So use your bodies for God's glory. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആലയത്തെ ദൈവത്തിന് വസിക്കത്തക്ക രീതിയിൽ വിശദീകരിക്കുവാൻ ഈ നോമ്പ് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.